വിജയ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വക്കിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം ഉണ്ടാകേണ്ട എല്ലാ സാഹചര്യവും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. സംഭവം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി അടുത്ത യുദ്ധം എന്ന് പറയുന്നത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിനോട് തന്നെ താങ്കൾ ഒരുപാട് നാൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ്. അപ്പോ വെള്ളം കിട്ടിയില്ലെങ്കിൽ യുദ്ധം നാളെ എങ്കിൽ നാളെ, ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇന്ത്യ ജലത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നാണ് പാകിസ്ഥാന്റെ പുതിയ ആരോപണം. ചെനാബ് നദിയിൽ 2 പുതിയ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ പാകിസ്ഥാൻ ഇപ്പോൾ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പോ പാകിസ്ഥാൻ ഇത് പറയുന്നത് അതിര് കടന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇതെന്ന് പാകിസ്ഥാൻ പറയുന്നു. പോരാത്തതിന് പാകിസ്ഥാന്റെ ഒരു കീ പോയിന്റ് ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ അതിർത്തി കടന്നുള്ള ജലപാതകളെ ഒഴുക്ക് മാറ്റാനുള്ള ഏതൊരു ശ്രമത്തെയും യുദ്ധ പ്രവൃത്തിയായി പാകിസ്ഥാൻ കാണും എന്നാണ് നിലവിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതാണ് പോയിന്റ്. ഈ യുദ്ധ പ്രവൃത്തിയായി അവർ ഇതിനെ കാണുമെന്ന് പറയുന്നത്. അതായത് ഒരു യുദ്ധമെങ്കിൽ യുദ്ധം, ഞങ്ങൾ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ പറ്റുന്ന വേറൊരു രസകരമായിട്ടുള്ള വാർത്ത, ഈ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം, ഈ വിദേശകാര്യമന്ത്രി ദാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാള് ഈ ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയ്ക്ക് ചോർത്തി കൊടുത്തു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. അപ്പൊ പാകിസ്ഥാൻ ഇത് കേട്ട് വളരെയധികം പേടിച്ചിരിക്കുക. ഇറാൻ രഹസ്യ വിവരം കിട്ടിയതാണ്. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോൾ ഇറാന്റെ കാല് കരഞ്ഞു പിടിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇഷാദ് ദാർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കാണ് ചോർത്തി കൊടുത്തത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുമോ, നമ്മളൊക്കെ ഒരാളല്ലേ, അപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കഴിഞ്ഞ May 26 ഞാൻ മാർക്കോ റൂബിയോ കണ്ടിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനല്ല അവിടെ പോയത് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ. പക്ഷേ ഇറാനെ ഒറ്റി പാകിസ്ഥാൻ എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ടേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് വെച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പാകിസ്ഥാൻ ഇതൊരു യുദ്ധ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ വളരെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്, വളരെ വലിയ രീതിയിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാന്റെ ഒരു സൈഡിൽ നിന്ന് വെടിപൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങളൊരു യുദ്ധ പ്രവൃത്തിയാണ്, വെള്ളത്തിന്റെ കേസാണ്, നമ്മൾ അന്നേ പറഞ്ഞില്ലത് ജല ബോംബാണ്. അതിനുശേഷം പല മാധ്യമങ്ങളും ഇത് ക്യാരി ചെയ്യുന്നില്ല, കാരണം പാകിസ്ഥാനിലെ സ്ഥിതി എന്താണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ വ്യാപകമായി കൃഷി നശിക്കുന്നു, പാകിസ്ഥാനിൽ ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന കാഴ്ചകൾ വരെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ ഗതിയില്ല എന്നുള്ളതാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെ നീളുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന്റെ സമയത്ത് പറഞ്ഞ 2 പ്രസ്താവന ശ്രദ്ധേയമാണ്. അതിലൊന്ന് നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ പ്രസ്താവനയാണ്. അതിൽ നമ്മുടെ രാജ്യം പറഞ്ഞു, ഇനി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏതൊരു ഭീകര പ്രവർത്തനവും യുദ്ധ പ്രഖ്യാപനമായി കാണും എന്നാണ് നമ്മൾ കൊടുത്ത പ്രസ്താവന. സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യം, വെള്ളം കിട്ടാതെ വന്നാൽ അത് ഞങ്ങൾ യുദ്ധ പ്രഖ്യാപനമായി കാണും എന്നാണ് അവർ പറഞ്ഞ പ്രസ്താവന. നമ്മുടെ പ്രസ്താവന ഇതും, അവരുടെ പ്രസ്താവന ഇതും. ഇപ്പോൾ സ്വാഭാവികമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്, ജൂൺ ജൂലൈ മാസങ്ങളോട് കടക്കുമ്പോൾ പാകിസ്ഥാൻ അതിരൂക്ഷമായിട്ടുള്ള ജലപ്രതിസന്ധി വരും, കുടിവെള്ള പ്രശ്നം വരും. ഇത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. അതുമാത്രവുമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഒന്ന്, അഫ്ഗാനിസ്ഥാനുമായിട്ട് അത്ര സുഖകരമായ ഒരു ചൈനയുമായിട്ടും ഇപ്പൊ ചില അസ്വാരസ്യങ്ങൾ അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ആണ് ഇപ്പോൾ ധനുഷ് പറഞ്ഞൊരു വാർത്ത പുറത്തു വരുന്നത്, ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തി അമേരിക്കയ്ക്ക് നൽകി എന്നുള്ളത്. പാകിസ്ഥാൻ അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല, പകരം അവിടെ നിൽക്കുന്ന മുനീർ അടക്കമുള്ള ഭരണാധിപന്മാർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഇപ്പൊ ഇറാന്റെ ആണവ രഹസ്യം ചോർത്തി മാർക്കോ റൂബിയോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ടാകും. ചിലപ്പോൾ 2 ബില്യൺ ആയിരിക്കും, അതിൽ 1 ബില്യൺ ആയിരിക്കും. അത് വാങ്ങുക, ഷെയർ ഇട്ട് ചെയ്യുക. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ മിലിറ്ററി ഉള്ളത് പാകിസ്ഥാനാണ്, ഫൗജി എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്രൊഡക്ഷൻ ഉണ്ട്. പാകിസ്ഥാനിൽ മുഴുവൻ വിൽക്കുന്ന അവരുടെ സാധനങ്ങളാണ്, ആട്ട, ഉപ്പ്, ഫൗജി ഉൽപ്പന്നങ്ങളാണ്. അത് പല രാജ്യങ്ങളിലും കയറ്റി അയക്കുന്നുണ്ട്. 80% പട്ടാളക്കാർ തന്നെയാണ്. അവരുടെ ജോലി നമ്മുടെ പട്ടാളക്കാർ യുദ്ധം ചെയ്യാനും ഇല്ലെങ്കിൽ അതിർത്തി കാക്കാനും പോകുമ്പോൾ അവരുടെ ജോലി കച്ചവടമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് പാക് പട്ടാളമാണ്. അവിടുത്തെ ഓരോ മേജർമാർ റിട്ടയർഡ് ആകുമ്പോഴത്തേനും അവർക്ക് 250 ഏക്കർ 150 ഏക്കറൊക്കെ എഴുതി കൊടുക്കും അവർക്ക് ഗിഫ്റ്റ് ആയിട്ട്. ഇവിടെ വലിയ വലിയ സമുച്ചയങ്ങൾ വരും, ഫ്ലാറ്റൊക്കെ, അത് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു. അതായത് സൈന്യവും ഭരണാധികാരിയും എല്ലാം 10 പൈസ കിട്ടുന്നിടത്ത് അവരെന്തും ചെയ്യും. അതാണ് അവരുടെ ഒരു ഇത് മുതലെടുത്തുകൊണ്ടാണല്ലോ ചൈന അവിടെ കടന്നു വരുന്നതും മറ്റു പല രാജ്യങ്ങളും ഇവരെ യൂസ് ചെയ്യുന്നതും ഇവരുടെ ഈ പൈസയ്ക്കുള്ള ഇതുകൊണ്ട് തന്നെയാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ആയിരുന്നിട്ടും ആ പദം കഴിഞ്ഞിട്ട് രാജ്യം വിട്ടുപോകാതിരുന്ന ഒരേ ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ, അത് ശ്രീമാൻ ഇമ്രാൻഖാൻ. ഇപ്പൊ അനുഭവിക്കുന്നത് കണ്ടോ, ജയിലിലാണ്. മറ്റു പ്രധാനമന്ത്രിമാരൊക്കെ പ്രധാനമന്ത്രി പദം തീർന്നു കഴിഞ്ഞാൽ അപ്പൊ സ്ഥലം വിടുക. കാരണം ഇവർക്ക് ലണ്ടനിലും UAE-യിലും ഖത്തറിലും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്.
മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ അവിടെ അങ്ങ് സെറ്റിലായി ജീവിക്കും. കാരണം അവർക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഒരു പാർലമെന്റ് അംഗം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആ പാകിസ്ഥാൻ പാർലമെന്റ് പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നാളെ നാട് വിടാൻ പറ്റും, ഞങ്ങൾ ഇവിടെ കിടന്ന് അടിമേടിക്കേണ്ടി വരും, അവന്മാരുടെ ഇന്ത്യയുടെ അടിമേടിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ സാഹചര്യത്തിൽ ഈ ആണവ രഹസ്യം ചോർത്തി കൊടുത്തു എന്നുള്ള വാർത്ത തള്ളിക്കളയാൻ നമുക്ക് കഴിയുകയുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവിടെ ഓൾറെഡി തന്നെ അവർക്ക് വിഷയങ്ങളുണ്ട്, ഈ ജല പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേനും ജനങ്ങൾക്കിടെ, അതായത് ഈ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള എതിർപ്പല്ല ഇവർക്ക് പ്രശ്നം, പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ഇവർ നേരിടേണ്ടി വരുന്ന കുറെ എതിർപ്പുകളുണ്ട്. അങ്ങനെയൊക്കെ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ഇവർക്ക് പിന്നെ ഇത് ഒന്ന് മുഖം രക്ഷിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇവർക്ക് ഈ ആംഗിൾ മാറ്റിവിടാൻ ഇവർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചൊറിയാൻ കാരണമില്ല, അവർക്ക് കാരണമുണ്ട്. അവർ പറയുന്നത് ന്യായമുള്ള കാര്യം തന്നെയാണ്. ഈ ജലം കൊടുക്കാതിരിക്കുന്നത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ആ കരാർ റദ്ദാക്കിയത് വളരെ നല്ല കാര്യം എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് നമ്മൾ തന്നെ ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട്. ഈ ചെനാബ് നദിയിലും ചലം നദിയിലും ഒക്കെ ചെറിയ അണക്കെട്ടുകൾ പോലും നിർമ്മിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രശ്നമായിട്ട് വരും. കരാറുണ്ട്, അത് പറ്റത്തില്ല, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്ന് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ജമ്മു കാശ്മീരിലെ പല അണക്കെട്ട് ഡാമുകളും പണി തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് അതിന് ശ്രദ്ധിക്കത്തില്ല, കാരണം ഇവര് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ കരാറില്ലല്ലോ, ഇനിയിപ്പോ എന്ത് വേണം ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഈ ഡാം കിട്ടുന്നത്. സ്വാഭാവികമായും പാകിസ്ഥാന്റെ വലിയ ക്രൈസിസ് തന്നെയാണ്, വെള്ളത്തിന്റെ ഒരു വലിയ ക്രൈസിസ് തന്നെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളം തന്നില്ലെങ്കിൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് കാണുമെന്ന്. അതാണ് അവരിപ്പോ പറയുന്നത്. ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ എന്ത് തരത്തിലുള്ള ഭീകരാക്രമണം പറഞ്ഞാൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് കാണും. ഇപ്പൊ രണ്ട് രാജ്യങ്ങളും പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് അവർ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ തിരക്ക് പിടിച്ച്, ഇന്ത്യക്ക് നന്നായി അറിയാം ഇതിന്റെ പേരിൽ അടി നടക്കും എന്നുള്ള കാര്യത്തിൽ. ഇതിന് വേണ്ടിയിട്ട് ഈ ആഗോള തലത്തിലുള്ള പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഈ മീഡിയേറ്റർ ആയിട്ടൊക്കെ നിന്നില്ലേ ഇടയ്ക്ക്, ഇറാൻ അമേരിക്ക മീഡിയേറ്റർ. ഇന്നിപ്പം അതായത് അവരുടെ പേര് പോലും കേൾക്കാനില്ല. മീഡിയേറ്റർ ആയിട്ടൊക്കെ നിന്ന് ഒരു നല്ല വെള്ളയൊക്കെ ചമഞ്ഞ് ഒരുപാട് രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിന്റെ രാജ്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ മീഡിയേറ്റർ ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിന്ധു നദീജലത്തിന് പിന്തുണ ആർജിക്കുക. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, മാനുഷികപരമായ ഒരു കാര്യമല്ലേ, മാനുഷിക പരിഗണനയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരിക എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞു. ഇനിയിപ്പോ അവർക്ക് വെള്ളത്തിന്റെ പേരിൽ ഒരു യുദ്ധത്തിലേക്ക് വന്ന അവർക്കൊരു റീസൺ ഉണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്നത്, വരുന്ന ദിവസങ്ങളിലെല്ലാം ഇവരുടെ വാക്പോര് ഘടിപ്പിക്കാൻ തുടങ്ങും. ഭയങ്കര പ്രസ്താവനയായിരിക്കും. മുനീറിന്റെ പ്രസ്താവന വരും, ഷഹബാസ് ഷരീഫിന്റെ വരും, ഖ്വാജയുടെ വരും, ഖാജ വാസിഫിന്റെ, അങ്ങനെ ഒരുപാട് പ്രസ്താവനകളുടെ ഒരു സമയമാണ് ഇനി വരാൻ പോകും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ വളരെ ധൃതി പിടിച്ച് S-400 കൂടുതലായി ഇറക്കുന്നു. 264 ജില്ലകളിലേക്ക് അലർട്ട് സൈറൻസുകൾ ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിൽ നമ്മളും നീക്കം നടന്നു. കാരണം ഒരു അടിയുടെ മണം അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കൊരു റീസൺ കറക്റ്റ് ആണ്, വെള്ളം കിട്ടും. നമ്മളെ സംബന്ധിച്ച് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുന്നില്ല എന്നുള്ള നമ്മുടെ ഒരു പോളിസിയാണ്. അത് നമുക്കത് മാറ്റാൻ കഴിയില്ല. കാരണം ഭീകരപ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പൊ നാളെ പറയാം, പാകിസ്ഥാൻ എന്നും പറയുന്നത് ഞങ്ങൾ ഭീകരപ്രവർത്തനം നടത്തുന്നില്ലെന്നുള്ള ആണല്ലോ. പക്ഷേ ഇന്ത്യക്ക് കൈമാറേണ്ട പ്രതികളെ കൈമാറിക്കഴിഞ്ഞാൽ, ഇല്ല കുറ്റവാളികളെ കൈമാറിക്കഴിഞ്ഞാൽ തന്നെ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. ദാവൂദ് അടക്കമുള്ളവരെ ഇന്ത്യക്ക് കൈമാറിയാൽ മതി, ഇല്ലെങ്കിൽ അസൂരി അടക്കമുള്ളവരെ കൈമാറിയാൽ മതി, ഹാഫിസ് സയ്യിദിനെ കൈമാറിയാൽ മതി, പ്രശ്നം തീർന്നില്ലേ? ഇതത് ചെയ്യുന്നില്ലല്ലോ. ഇവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ അത് വിശ്വസിക്കാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ അതൊന്നും മുഖവിലേക്ക് എടുക്കാനും പോകുന്നില്ല. അപ്പം ഏതായാലും ഇത് ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ തിരക്കിട്ട് തന്നെ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ ബോർഡർ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, കിഴക്കൻ ബോർഡറിൽ ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ബീഹാറിൽ ഒരു വലിയ മോക്ക് ഡ്രില്ലുകളും മറ്റും നടന്നു സൈന്യത്തിന്റെ. അവിടുത്തെ ജനങ്ങളെ ഇതിനു വേണ്ടി പ്രാപ്തരാക്കാൻ മോക്ക് ഡ്രില്ല് നടന്നു. ഇനിയിപ്പോ വെസ്റ്റ് ബംഗാൾ നമ്മുടെ കയ്യിലേക്ക്, BJPയുടെ കയ്യിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവിടുത്തെ ആ ഒരു മേഖലയും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റി. മ്യാൻമാറുമായിട്ട് വലിയൊരു കരാർ നമ്മൾ ഉടൻ തന്നെ വെക്കുന്നു. കാരണം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിപ്പോ പഴയ പോലെ ആയിരിക്കില്ല. അടി ഉണ്ടായിക്കഴിഞ്ഞാൽ മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ 3-4 ദിവസം കൊണ്ട് അത് തീർന്നു എന്ന് പറഞ്ഞാൽ ഇത് തീരില്ല. പകരം ഇതിങ്ങനെ പലയിടത്തും, രാജ്യത്തിന്റെ പലയിടത്തും തലമൊക്കാൻ കാത്തിരിക്കുന്ന വിഘടനവാദികളുണ്ട്, വിധ്വംസ പ്രവർത്തനമുണ്ട്, രാജ്യദ്രോഹികളുണ്ട്, ക്രോക്രോച്ചുണ്ട്, പഴുതാരയുണ്ട്, പാമ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഇവരെല്ലാം കൂടെ തൂത്തുപിടിച്ച് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് കേന്ദ്രം നീങ്ങുന്നത്. ഇതൊരു ക്രൂഷ്യൽ കണ്ടീഷനിലേക്ക് പോകുന്നു. നമ്മളിത് പറയുമ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ കുറച്ചുനാളായിട്ട് പറയാൻ തുടങ്ങിയതാണല്ലോ, ഇറാൻ അമേരിക്ക വാർ നടക്കുന്നത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ പറയാൻ തുടങ്ങിയ കാര്യം തന്നെയാണ്. കാരണം ഇത് സ്വിച്ചിട്ടാൽ നടക്കുന്ന ഒരു മിഷനൊന്നും അല്ലല്ലോ. ഇത് ഒരു രാജ്യങ്ങൾ തമ്മിൽ മാറി മറിയുന്ന ജിയോ പൊളിറ്റിക്സുകളും സംഘർഷത്തിന്റെ സാധ്യതകളുമാണ് നമ്മൾ പറയുന്നത്. അടി പൊട്ടാനും പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട്, പക്ഷെ പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് അല്ലാതെ എന്ന് നടക്കുമെന്ന് വെച്ചാൽ നമുക്കും ഉറപ്പൊന്നുമില്ല. കാരണം എന്താണ് അടുത്ത നിമിഷം സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ പറയാൻ പറ്റും? ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് വരുമെന്ന് കൃത്യമായി പറയാൻ പറ്റും. കാരണം റിസൾട്ടിന്റെ ഡേറ്റ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുമല്ലോ. 10-ാം തീയതി റിസൾട്ട് വരും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 10-ാം തീയതി ഞാൻ ജയിക്കുമോ നോക്കുമെന്ന് അറിയാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? പക്ഷെ ഇത് അതിലേക്ക് തന്നെയാണ് പോകുന്നത്.